ചൈന ഇന്ത്യ ബന്ധങ്ങൾ ശക്തിപ്പെടുകയാണ്. ഈ ശക്തിപ്പെടുന്നതോടൊപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് സൊല്യൂഷൻ വേണ്ടത്. അതത്ര എളുപ്പം നടക്കുമെന്ന് തോന്നുന്നില്ല. ഉദാഹരണമായിട്ട് പരമ്പരാഗതമായി ചൈന നമ്മളടുത്ത് പരാതി പറഞ്ഞ ഒരു മേഖല എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണെന്ന് ചൈന അവകാശപ്പെട്ടിരുന്നു. അത് അവരുടെ സദേൺ ടിബറ്റിന്റെ ഭാഗമാണെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ടിബറ്റ് ചൈന കൊണ്ടുപോയപ്പോൾ നമ്മൾ വലിയ വിഷമമൊന്നും പറഞ്ഞില്ല എന്നുള്ള, ടിബറ്റ് രാജ്യമായിരുന്നു, ചരിത്രം നമുക്കറിയാം. പക്ഷേ നമ്മൾ അരുണാചൽ പ്രദേശ് നമ്മുടെ കൈവശമെത്തി. സിക്കിം 1975 ഇന്ത്യയുമായി ലയിച്ചു. അതെല്ലാം ഇന്ത്യ ഓക്കുപ്പൈ ചെയ്തു എന്നുള്ള ആക്ഷേപമൊക്കെ അന്ന് ചൈനയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അരുണാചൽ പ്രദേശിലെ പ്രശ്നം ഇപ്പൊ ചൈന ഏതാണ്ട് വിട്ടതുപോലെയാണ്. സിക്കിമിന്റെ കാര്യത്തിലും വലിയ ആക്ഷേപങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ എന്നാലും ഈ ബോർഡേഴ്സിനകത്ത് ദോക്ലാമും ഗാൽവാൻ വാലിയും ഒരുപാട് ബോർഡേഴ്സ് ഉണ്ട്. കാരണം ഹിമാലയൻ മേഖല മുഴുവൻ, ഹിമാലയം മലനിരകൾ എത്രത്തോളം വ്യാപിച്ചു കിടക്കുന്നു, അവിടെ എല്ലാം തന്നെ അതിർത്തികളുണ്ട്. ഈ അതിർത്തി മേഖലകളിൽ ചില മേഖലകളിലൊക്കെ സംഘടനകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തിയിലെ സംഘടനകൾ വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതല്ല. പക്ഷേ ചൈന ഇപ്പോൾ എക്സ്പാൻഷനും ചെയ്യുന്നത് എക്കോണമിക്കലായിട്ടാണ്, മിലിറ്ററിസ്റ്റിക് അല്ല. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇപ്പോൾ ഇന്ത്യയുമായി നല്ല ബന്ധങ്ങൾ വേണമെന്നുള്ള ആഗ്രഹമുണ്ടാകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമ്മൾ എല്ലാ രാജ്യങ്ങളുമായിട്ട് സൗഹൃദമാണ് ആഗ്രഹിക്കുന്നത്. മറ്റു രാജ്യങ്ങളുടെ ഭൂമി നമ്മൾ കൈവശപ്പെടുത്താൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ചൈന നമ്മളോടൊപ്പം കുറച്ചെങ്കിലും സൗഹൃദം കാണിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇന്ത്യ ചൈന ബന്ധങ്ങൾ ശക്തിപ്പെട്ടപ്പോൾ കോൺഗ്രസ് പാർട്ടി അതിനെ വിമർശിക്കുക എന്നത് നമ്മൾ ശ്രദ്ധിച്ചു കാണാം. കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റ് ഖാർഗെ ഈയിടയ്ക്ക് പറയുകയുണ്ടായി, ഇന്നലെയാണ് പറഞ്ഞെന്ന് തോന്നുന്നു, ഈയിടയ്ക്ക് കാശ്മീർ വാലിയിൽ നമ്മൾ പഹൽഗാമിൽ നടത്തിയ പാകിസ്ഥാൻ ആക്രമണത്തിന്റെ പിന്നിൽ ചൈനയാണെന്ന് നമ്മുടെ രാജ്യം പറഞ്ഞതല്ലേ എന്ന് നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരിയാണ്, ചൈനയ്ക്ക് പാകിസ്ഥാനുമായി നമ്മളുള്ളതിനേക്കാൾ ആഴമേറിയ ബന്ധങ്ങൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമായാൽ പഴയതുപോലെ പാകിസ്ഥാനെ ചൈന സഹായിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അതൊന്നുമല്ലെങ്കിൽ ചൈനയ്ക്ക് പാകിസ്ഥാനുള്ള സഹായം ആവശ്യത്തിന് കൊടുക്കുക, അതിനപ്പുറം ഇന്ത്യയുമായി ശത്രുത ഇല്ലെങ്കിൽ, ചൈനയ്ക്ക് ശത്രുത ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ചൈനകൾ ബന്ധങ്ങൾ നന്നാവുകയും പരോക്ഷമായിട്ട് അത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇതോടൊപ്പം കാര്യങ്ങളെല്ലാം നന്നായി ഇന്ത്യ ചൈനയുമായി ഒരു വലിയ സഖ്യമായി എന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിനേക്കാൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആ ഒരു ബ്രിക്സിന്റെ ആ ഒരു ബന്ധം, അതിനകത്ത് സൗത്ത് ആഫ്രിക്കയും ഭാവിയിൽ മെക്സിക്കോ ഒക്കെ വരാനുള്ള സാധ്യത, അത്തരത്തിലുള്ള വികസ്വര രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തി ആർജിക്കുകയാണ്. ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് അമേരിക്കൻ പ്രസിഡന്റിന് ഇനി 3.5 കൊല്ലത്തോളം ഭരണമുണ്ട്. ട്രംപിന്റെ കാലം കഴിഞ്ഞാൽ മാത്രമേ ഒരുപക്ഷെ അമേരിക്കൻ ഇന്ത്യൻ ബന്ധങ്ങൾ ശക്തി ആർജിക്കുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കണക്കാക്കുന്നത്. ട്രംപിന് നമുക്ക് എപ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം മാറുന്നതെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ട് നമുക്കൊരു വിലയിരുത്തൽ അത്ര എളുപ്പമില്ല. അദ്ദേഹത്തിന്റെ പ്രസിഡൻസിയിൽ മുമ്പ് ബുഷ് ഇരുന്നപ്പോൾ പോലും ഇന്ത്യയുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസിഡൻസിയിൽ, ട്രംപിന്റെ ആദ്യത്തെ പ്രസിഡൻസിയിൽ അമേരിക്കൻ ബന്ധങ്ങൾ, ഇന്ത്യ ബന്ധങ്ങൾ നന്നായി വന്നു. പക്ഷെ ഇപ്പോഴാണ് ഇന്ത്യയെ ഒരു എതിരാളിയായിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഒരു നല്ല രീതിയിൽ കാണാത്തൊരവസ്ഥയിലേക്ക് എത്തി. ആ നിലയിൽ എത്തിച്ച് ഇന്ത്യയും റഷ്യയുമാണ് ലോകത്തിലെ ദുർബല സമ്പദ് വ്യവസ്ഥ എന്ന് പറയുകയും നമുക്ക് 50% തീരുവ ഏർപ്പെടുത്തുകയും ചെയ്തപ്പോൾ ട്രംപ് എന്ത് നേടുന്നു എന്നുള്ളതാണ്. ഞാൻ ഓർക്കുന്നത് 1998 ന്യൂക്ലിയർ നമ്മളുടെ പൊക്രാൻ 2 സംഭവിച്ചതിന് ശേഷം അമേരിക്ക പ്രസിഡന്റായിരുന്ന ക്ലിന്റൺ ഇന്ത്യക്ക് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി, പാകിസ്ഥാന് മേലും ഏർപ്പെടുത്തി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ ബിസിനസ്സുകാരെല്ലാം കൂടെ പ്രസിഡന്റ് ക്ലിന്റനോട് എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു, ഉപരോധം പിൻവലിക്കണം, അമേരിക്കയുടെ ബിസിനസ്സാണ് തകരുന്നതെന്ന്. അപ്പോൾ ചുരുക്കത്തിൽ അന്ന് പിൻവലിച്ച് വീണ്ടും സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ അമേരിക്ക താല്പര്യപ്പെട്ടു. അതുപോലെ വീണ്ടും അമേരിക്കയിലെ ബിസിനസ് ലോബി ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ നന്നാക്കണം എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ എത്തും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അന്തർദേശീയ ബന്ധങ്ങൾ സ്ഥിരമായ ശത്രുതയും ബന്ധങ്ങളും ഇല്ല എന്നും ഓരോ രാജ്യത്തിനും അവരുടെ താല്പര്യങ്ങളാണ് എന്നും സ്ഥിരമായിട്ടുള്ളതാണ് എന്നും കൂടി കാണിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ.